ഇത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ള പൊട്ടിയ ടൈലും അതേപോലെ തന്നെ കോട്ടൺ തുണി ഉപയോഗിച്ച് ഉണ്ടാക്കി എടുത്തിട്ടുള്ള ചട്ടികളാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ചട്ടികളാണ്. അതിലാണ് ഇപ്പോൾ നമ്മളിവിടെ ചെടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചട്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നല്ല ഉറപ്പുണ്ട്. നമ്മുടെ സാധാരണ ചട്ടി സിമെൻറ്റ് ചട്ടിയേക്കാളും നല്ല ഉറപ്പുള്ളൊരു ടൈപ്പാണ് ഈ ചട്ടി. പിന്നെ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ടൈലൊട്ടിക്കുന്നതുകൊണ്ട്. അപ്പോൾ കാണാനും ഭംഗിയുള്ള നല്ലൊരു ടൈപ്പ് ചട്ടിയാണിത്. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റാണ്. നമ്മൾ വീട്ടിൽ ഉപേക്ഷിച്ച എന്തെങ്കിലും പാത്രങ്ങൾ എടുത്താൽ മതി, ബക്കറ്റോ അങ്ങനെ എന്തെങ്കിലും. നമുക്ക് ഏത് ഷേപ്പിലാണ് ചട്ടി വേണ്ടത് വെച്ചാൽ ആ ഷേപ്പിലുള്ള പാത്രം എടുത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അതിൻ്റെ ഒരു സൈഡ് ഭാഗം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊന്നും നമുക്ക് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ ഉപേക്ഷിച്ച എന്തെങ്കിലും ബക്കറ്റുകൾ എടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ മുകൾ ഭാഗം മുകളിൽ നിന്ന് താഴെ വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചട്ടി ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ഇളക്കിയെടുക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തത് കേട്ടോ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പാത്രം, അതായത് ഈ ബക്കറ്റ് പ്ലെയിൻ ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ടൈൽ ഒട്ടിക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ പ്ലെയിൻ ആയിട്ട് ഇരിക്കണം. പിന്നെ അതേപോലെ തന്നെ ഈ ബക്കറ്റിൻ്റെ സൈഡ് ഭാഗത്തുള്ള ആ മടക്കൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലാക്കിയിട്ട് കമിഴ്ത്തി വെച്ചു. ഇപ്പോൾ ഫ്ലാറ്റായ സ്ഥലത്ത് നമ്മളത് കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ടൈലും. അപ്പോൾ അത് നമ്മൾ ടൈലിൻ്റെ വളരെ ചെറിയ ചെറിയ പീസാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് വലിയ പീസാണ് ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ളത്. അപ്പോൾ അത് വീട്ടിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ചെറിയ പീസാക്കി മാറ്റണം. അതായത് വലിയ പീസ് നമുക്കതിൽ ഒട്ടിക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ചെറിയ ചെറിയ പീസാക്കി മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടത് കോട്ടൺ തുണിയാണ്. അപ്പോൾ നമ്മുടെ ബക്കറ്റിൻ്റെ ചുറ്റുഭാഗത്തും നമുക്ക് കവർ ചെയ്ത് നിൽക്കത്തക്ക രീതിയിലുള്ള കോട്ടൺ തുണിയാണ് വേണ്ടത്. അപ്പോൾ ഈ കോട്ടൺ തുണി നല്ല കട്ടിയുള്ള കോട്ടൺ തുണി എടുക്കണം. അത് അതേപോലെ തന്നെ കോട്ടൺ അല്ലെങ്കിൽ ഇതുപോലെ സിമെൻറ്റിലെ ഗ്രൗട്ട് അതിൽ പിടിച്ച് കിട്ടാൻ പ്രയാസമാവും. അപ്പോൾ നമ്മൾ എടുക്കുമ്പം കോട്ടൻ്റെ തുണി തന്നെ എടുക്കുകയാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെയുള്ള ചുറ്റും കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള 2 തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ബക്കറ്റിൻ്റെ മുകൾ ഭാഗത്തും ഇതേപോലെ ഇത് നമ്മുടെ ചട്ടിയുടെ അടിവശമായിട്ട് വരും. ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു തുണി അവിടെ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് കട്ടി കൂടുതലുള്ളതാണ് എടുത്തത്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്കൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കണം. നമ്മുടെ ചട്ടിക്കുള്ള ഹോൾസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ തുണിയിൽ തന്നെ ഇവിടെ ഒരു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ സൈഡിൽ വെച്ച തുണിയേക്കാൾ കട്ടി കൂടുതലുള്ളതാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഈ മുകൾ ഭാഗത്തൂടെ വെക്കുമ്പോൾ നമ്മൾ 2 പീസ് വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഗ്രൗട്ടാണ്. അപ്പോൾ ഞാനിവിടെ സിമെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി ഗ്രൗട്ട് കലക്കിയതിന് ശേഷം നമുക്കതിൽ ഈ കോട്ടൺ തുണികൾ ഇതിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മുടെ ഈ ചട്ടിയുടെ ചുറ്റും നമുക്കത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു ചട്ടി ഇത് ഉണ്ടാക്കി നോക്കിയിരുന്നു. അപ്പോൾ നമ്മൾ കോട്ടൺ മിക്സ് ഉള്ളൊരു ടൈപ്പ് തുണിയാണ് ഉപയോഗിച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗ്രൗട്ട് ഇതിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് കിട്ടിയില്ല. ഗ്രൗട്ട് നമ്മുടെ തുണിയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കോട്ടൺ തുണി തന്നെ എടുക്കണം എന്ന് പറയുന്നത്. കോട്ടൺ തുണി എടുത്തിട്ടില്ലെങ്കിൽ ഗ്രൗട്ട് അതിൽ നന്നായിട്ട് കവർ ചെയ്ത് കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ഗ്രൗട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടി ഉണ്ടാക്കുമ്പോൾ ഞാനൊരു വലിയ ബക്കറ്റാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ടൈലൊക്കെ ഒട്ടിച്ചിട്ട് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ വളരെ ചെറിയ ഒരു മീഡിയം സൈസ് ഉള്ള ഒരു പാത്രം എടുത്താൽ മതി നമുക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇതിൻ്റെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ കോട്ടൺ തുണി നന്നായിട്ട് ഗ്രൗട്ടിൽ മിക്സ് ചെയ്തെടുക്കണ്ടേ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ആ ബക്കറ്റിൻ്റെ ചുറ്റും ഇങ്ങനെ കവർ ചെയ്ത് വരത്തക്ക രീതിയിൽ നമ്മളിതൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ഭാഗത്തുനിന്നും കൂടെ വന്നിട്ട് നമ്മളത് കവർ ചെയ്തിട്ട് നിൽക്കണം. കുറച്ച് നീളം കൂടുതലുള്ള ബക്കറ്റിനേക്കാളും കുറച്ച് നീളം കൂടുതൽ നമ്മൾ ഇതിൻ്റെ തുണി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം അത് സെൻറ്ററിലേക്ക് ആക്കി വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ കറക്റ്റായിട്ടിരിക്കണം കേട്ടോ. നമ്മുടെ അടിഭാഗത്ത് നല്ല കറക്റ്റായിരിക്കണം ഈ തുണിയുടെ നീളം, അല്ലെങ്കിൽ നമ്മുടെ ചട്ടിയുടെ വക്ക് ശരിയായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ 2 പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 2 പീസ്, അതായത് കോട്ടൺ തുണി നമ്മുടെ ചട്ടി നല്ല ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 2
പീസ് കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. അതുപോലെ 2 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ ഇതിപ്പോൾ സെൻറ്റർ ഭാഗത്താണ് വെക്കുന്നത്. ഇത് ചട്ടിയുടെ അടിഭാഗമായിട്ട് വരും, നമ്മുടെ ബക്കറ്റിൻ്റെ മുകൾ ഭാഗമാണിത്. അപ്പോൾ ഇതും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചട്ടിയുടെ ഹോൾസ് വരുന്നത്, ഇവിടെയാണ്. അത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കി ഭാഗത്തേക്കൊക്കെ നമ്മുടെ തുണി നന്നായിട്ട് വലിച്ച് അതിലെ ചുളിവുകളൊക്കെ നിവർത്തി കൊടുക്കണേ, അല്ലെങ്കിൽ നമുക്ക് ടൈൽസ് ഒട്ടിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഗ്രൗട്ട് ഇപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചട്ടി ഉണ്ടാക്കുന്നത് എൻ്റെ മകനാണ്, അവനാണ് ഉണ്ടാക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ വേറൊരു ചട്ടിയുടെ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാം, അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കാണാത്തവർ അതും കൂടെ ഒന്ന് കാണണം. അപ്പോൾ ബാക്കിയുള്ള ഗ്രൗട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും, ചട്ടിയുടെ എല്ലാ ഭാഗത്തും നമ്മളൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചട്ടിക്ക് നമുക്ക് മണൽ വേണ്ട, സിമൻറ്റ് മാത്രം മതി. ഇനിയിപ്പോൾ ടൈല് പൊട്ടിയ ടൈലാണ്. ടൈല് നമ്മൾ ചെറിയ പീസാക്കി എടുത്തതാണ്. ഇനി അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഗ്രൗട്ട് കലക്കിയിട്ട് ഗ്രൗട്ടിൽ ഈ കഷ്ണം ഗ്രൗട്ടിൽ അമർത്തിയെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ താഴെ ഭാഗത്തു നിന്നാണ് ഇത് തുടങ്ങേണ്ടത് ടൈലൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ബക്കറ്റിൻ്റെ താഴെ ഭാഗത്തു നിന്ന്, അതായത് നമ്മുടെ ചട്ടിയുടെ മുകൾ ഭാഗമായിട്ട് വരും അത്. അപ്പോൾ ഈ ഗ്രൗട്ട് നല്ല കട്ടിയിൽ നമ്മൾ കലക്കിയെടുക്കണം, നല്ല തിക്കായിട്ട് കലക്കിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ടൈലിങ്ങനെ ഒട്ടിക്കുമ്പോൾ അതിങ്ങനെ താഴേക്ക് ഊർന്നിറങ്ങി വരും. അപ്പം നല്ല കട്ടിയിൽ വേണം നമ്മുടെ ഗ്രൗട്ട് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് താഴെ നിന്ന് ഇങ്ങനെ ഓരോ വരിയായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വളരെ ചെറിയ ചട്ടി ഉണ്ടാക്കുന്നതാണ് നല്ലത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇത് ടൈലൊട്ടിക്കുമ്പോഴൊക്കെ കുറേ സമയം എടുക്കും നമുക്കിത് ഒട്ടിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വളരെ ചെറിയ ചട്ടി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ചുറ്റുഭാഗത്തും നമ്മളിങ്ങനെ ടൈല് വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഗ്രൗട്ട് കുറച്ച് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈലിങ്ങനെ വെക്കുമ്പോൾ അത് നിൽക്കില്ല, അതിങ്ങനെ ഊർന്നിറങ്ങി വരും. അപ്പോൾ ഇത് ഏകദേശം ഇതാക്കാൻ നമ്മൾ ഫുള്ളായിട്ടും ടൈല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ചട്ടിയുടെ പുറം ഭാഗത്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ ചട്ടിയുടെ അടിഭാഗമായിട്ട് വരും ഈ ബക്കറ്റിൻ്റെ പുറം ഭാഗം. ഈ സെൻറ്ററിൽ നമ്മളതിൻ്റെ ഗ്യാപ്പ് ഉണ്ട്, നമ്മുടെ ചട്ടിക്ക് ഉള്ള ഹോൾസാണത്. അവിടെ ഒഴിവാക്കിയിട്ട് ബാക്കി ഭാഗത്തും കൂടെ ടൈല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ടൈല് കംപ്ലീറ്റായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൈല് നല്ല ചെറിയ പീസ് തന്നെ വെക്കണം, അല്ലെങ്കിൽ വലിയ പീസ് വെക്കുമ്പോൾ നമുക്കത് വെക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് വെച്ചത്. ഇനി ബാക്കി നമ്മൾ കുറച്ച് ഗ്രൗട്ട് എടുത്തിട്ട് ഈ ടൈലിൻ്റെ ഇപ്പോൾ ഇവിടെയൊക്കെ ഗ്യാപ്പില്ല, ആ ഗ്യാപ്പിൽ ഫുള്ള് നമ്മൾ ഈ ഗ്രൗട്ട് കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നാലേ ആ ടൈൽ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടി നിൽക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കി ഗ്രൗട്ട് കൊണ്ട് ഈ ബാക്കി ഈ ഗ്യാപ്പ് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ അപ്പം തന്നെ നമ്മളൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ടൈലിൻ്റെ മുകളിൽ നിന്ന് ഈ ഗ്രൗട്ട് തുടച്ച് കളയണം. അല്ലെങ്കിൽ ഈ ടൈലിൻ്റെ മുകളിൽ നിന്ന് പിന്നെ അത് തുടച്ചെടുക്കുമ്പോൾ അത് പോവില്ല. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഗ്രൗട്ട് ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ അടച്ചതിന് ശേഷം നമ്മൾ അപ്പം തന്നെ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ഇത് തുടച്ച് കളയണം ഗ്രൗട്ടൊക്കെ. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഗ്യാപ്പുകളൊക്കെ ഗ്രൗട്ട് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ അടച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒരു വലിയ ബക്കറ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾക്കിപ്പോൾ അത് 2 കിലോളം സിമൻറ്റ് നമുക്ക് ആവശ്യമായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഇത് ടൈലിൽ നിന്ന് ഇപ്പം തന്നെ നമ്മൾ ഇതങ്ങനെ തുടച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അത് ടൈലിൽ നിന്ന് അത് വിട്ടു പോവില്ല.
അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇത് നമ്മളിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം, അതായത് 24 മണിക്കൂറിന് ശേഷമാണ് ഇനിയിപ്പോൾ ഇത് നമ്മളിത് ഈ ചട്ടി ഒന്ന് ബക്കറ്റിൽ നിന്ന് ഒന്ന് അടർത്തിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ടൈല് നമ്മൾ താഴെ വെച്ച ടൈലിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് അടർത്തിയെടുക്കുകയാണ്. അത് ഇളകി വരുന്നുണ്ട്. അപ്പോൾ അത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഈ ചട്ടി നല്ല വെയിറ്റ് ഉണ്ടെന്നാണ് പറയണത്. മകനാണിത് എടുക്കുന്നത്. നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഈ ബക്കറ്റ് നമുക്ക് എടുത്ത് മാറ്റണം. അപ്പോൾ ഈ ബക്കറ്റ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡ് ഭാഗം ഇങ്ങനെ നമ്മൾ പൊട്ടിച്ചെടുത്തതുകൊണ്ട് നമുക്കത് അറുത്തെടുക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ അത് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അടർത്തി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ചട്ടി ഒന്ന് വെള്ളത്തിൽ നമുക്ക് ഇറക്കി വെക്കണം. എന്നാലേ ഇത് നന്നായിട്ട് ഈ നമ്മുടെ സിമെൻറ്റൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 2-3 ദിവസം അത് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം എടുത്ത് മാറ്റി വെച്ചതാണിത്. ഇനി ചെയ്യുന്നത് നമ്മൾ 2-3 ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം അത് പുറത്തേക്ക് എടുത്തു. ഇനി ചെയ്യുന്നത് ഉൾഭാഗത്ത് കൂടെ ഒന്ന് ഗ്രൗട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. ഉൾഭാഗത്ത് നല്ല ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉൾഭാഗത്തും ഫുള്ള് ഗ്രൗട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെൻറ്ററിൽ ഹോൾസൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട്. നമ്മളത് ഗ്രൗട്ട് അടിച്ചതിന് ശേഷം വീണ്ടും അത് 2-3 ദിവസം ഒന്ന് നനച്ചിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഇപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അതിൽ പെയിൻറ്റ് ചെയ്ത് നമ്മുടെ ചട്ടി നല്ല ഭംഗിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടൈൽ ഒട്ടിച്ച് പിറ്റേ ദിവസം എടുത്തതിന് ശേഷം ഒരു 3 ദിവസം അത് വെള്ളത്തിലിറക്കി വെച്ചു. അതിന് ശേഷം എടുത്തിട്ട് നമ്മൾ വീണ്ടും അതിൻ്റെ ചട്ടിയുടെ ഉൾഭാഗത്തൊക്കെ ഗ്രൗട്ട് തേച്ച് കൊടുത്തു. അതിന് ശേഷം വീണ്ടും 2-3 ദിവസം നനച്ചു. എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം എടുത്തിട്ടാണ് ഇപ്പോൾ അത് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ചട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടി ഉണ്ടാക്കുന്നത് വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിച്ചാൽ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലെ തന്നെ വേറൊരു ചട്ടിയുടെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കാണണം. അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ വീട്ടിൽ പൊട്ടിയ ടൈലുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.